വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ കണ്ടെത്തി ഉൾപ്പെടുത്തുന്നതിനായി കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വോട്ട് ചേർക്കൽ യജ്ഞം ആരംഭിച്ചു. ചെറിയകടവ് സെന്റ് ജോസഫ് ഇടവകയിൽ 300ഓളം വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയതോടെ ദൌത്യത്തിന് തുടക്കമായി. പൗരത്വത്തിന്റെയും സാമുദായിക അവകാശങ്ങളുടെയും സംരക്ഷണത്തിനായി ഓരോ വിശ്വാസിയും വോട്ടവകാശം ഉറപ്പാക്കണമെന്ന് കൊച്ചി രൂപത വികാരി ജനറൽ ഫാദർ ജോസി കണ്ടനാട്ടുതറ സർക്കുലറിലൂടെ ആഹ്വാനം ചെയ്തു. വോട്ടർ പട്ടികയിൽ നിന്ന് 10,000-കണക്കിന് ക്രൈസ്തവർ ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അർഹരായ മുഴുവൻ പേരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ തീവ്രയജ്ഞം ആരംഭിച്ചത്. കൊച്ചി രൂപത വികാരി ജനറൽ ഫാദർ ജോസി കണ്ടനാട്ടുതറ പുറപ്പെടുവിപ്പിച്ച പ്രത്യേക സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ചെറിയകടവ് സെന്റ് ജോസഫ്സ് ഇടവകയിലാണ് പദ്ധതിക്ക് തുടക്കമായത്. സമയം കൊണ്ട് ഒരു ഇടവകയിലെ ഏതാണ്ട് 70 കുടുംബങ്ങളിൽ കയറിയിറങ്ങി അവിടെ ആർക്കെല്ലാം ഉണ്ട്, ആർക്കെല്ലാം ഉണ്ടില്ല, ഇല്ലാത്തവരെ ചേർക്കണമെന്നുള്ള വലിയ ഒരു പ്രക്രിയയുടെ ഭാഗമാവുകയാണ്. ഇടവക കുടുംബ യൂണിറ്റ് ഭാരവാഹികളും വിവിധ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടുന്ന 300-അംഗ സംഘമാണ് വീടുകൾ സന്ദർശിച്ച് പരിശോധന നടത്തുന്നത്. 2026 ജനുവരി 1-ാം തീയതിയോടെ 18 വയസ്സ് പൂർത്തിയാകുന്നവർ, നേരത്തെ കരട് പട്ടികയിൽ പേരില്ലാത്തവർ, ഇതുവരെ വോട്ട് ചേർക്കാത്തവർ എന്നിവരെ കണ്ടെത്തി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റുകളും 31 കുടുംബ യൂണിറ്റുകളിലും ഏകദേശം 900-നടുത്ത് വീടുകൾ ഇന്ന് ഒരുമിച്ച് ഒരു 2.5 മണിക്കൂർ കൊണ്ട് എല്ലാ വീടുകളിലും പോവുകയാണ് വോട്ടർ പട്ടിക പൂർണ്ണമായിട്ടും പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ ടീമുകൾ ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇവർ തിരിച്ചു വന്നതിന് ശേഷം ആ ഫോം വെച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഞങ്ങളുടെ ഇടവകയിൽ എത്ര വോട്ടുകളുണ്ട്, എത്ര വോട്ടുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇതിപ്പോൾ അവർ രേഖ നമ്മൾ വന്നാൽ അല്ലെങ്കിൽ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ അതിൽ ഞങ്ങളുടെ ഇടവകയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന രേഖ ഞങ്ങൾക്ക് ഉണ്ടാവും. അതുവഴി ഞങ്ങൾക്ക് ഉൾപ്പെട്ടിട്ടില്ലാത്തവരുടെ പേരുകൾ അടുത്ത ദിവസം ചേർക്കാനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ജനമായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനായി പരിശീലനം ലഭിച്ച 75 ടെക്കികളുടെ സേവനം രൂപത ഉറപ്പാക്കും. 200-ലേറെ പേർ എല്ലാ കുടുംബങ്ങളിലും ചെന്ന ഫോമിൽ വിവരം രേഖപ്പെടുത്തുന്ന ഈ പ്രക്രിയയിലൂടെ ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താകുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന മഹായജ്ഞമാണിത്. കാട്ടിപ്പറമ്പ് സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ, കൊച്ചി രൂപത കുടുംബ യൂണിറ്റ് രൂപത ഡയറക്ടർ ബെന്നി തോപ്പിപ്പറമ്പിൽ, ഫാദർ ജോഷി മെയ്യാറ്റിൽ, കണയന്നൂർ തഹസിൽദാർ ജോസഫ് ആന്റണി ഹർട്ടിസ്, പൂണിത്തുറ വില്ലേജ് ഓഫീസർ റോണി ഫെലിക്സ്, അഡ്വക്കേറ്റ് കെ.എക്സ്. ജൂലപ്പൻ, സി.ഡി. തോമസ്, റെക്സൺ ആന്റണി, കൊച്ചി രൂപത കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് പോൾ ബെന്നി, KCYM രൂപത പ്രസിഡന്റ് ഡാനി ആന്റണി, KLCWA രൂപത പ്രസിഡന്റ് കർമിലി സ്റ്റീഫൻ, സെന്റ് ജോസഫ് ഇടവക പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി റെനി ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങളുടെ ഇടവകയിൽ ഒരു 2 ആഴ്ചയോളമായിട്ട് ഇതിൻ്റെ വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആളെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ വീട്ടുകാരും തന്നെ വന്ന് കുറേ പേരൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ ഒരു 875ഓളം വീടുണ്ട്. അത്രയും വീടുകൾ കയറി ഇറങ്ങി ഇന്ന് മൊത്തത്തിൽ വോട്ടിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ്. എത്ര പേർക്ക് വോട്ടുണ്ട്, എത്ര പേര് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലാത്തവരെ ചേർക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാവ്, ഇതെനിക്ക് പറ്റിയതാ. സ്റ്റൈലും ക്ലാരിറ്റിയും. KR ഓപ്റ്റിക്കൽസ്, കണ്ണുകൾക്ക് ശരിക്കും ക്ലാസ്. KR ഓപ്റ്റിക്കൽസ് 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല. ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, നിയർ പോസ്റ്റ് ഓഫീസ്, പള്ളുരുത്തി. KR ഓപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.